സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീമാവീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, ഒരു പുതിയ ആർട്ടിക്കിളുമായാണ് ഞാനിന്ന് നിങ്ങളുമായി സംവദിക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ സുഖത്തിൻ്റെയും ഭൗതികതയുടെയും പൂർണ്ണഗ്രഹമായ ശുക്രൻ ഒരു വലിയ മാറ്റത്തിലേക്ക് വരികയാണ്. 1199 കർക്കടക മാസം 16-ാം തീയതി, അതായത് 2024 ജൂലൈ മാസം 31-ാം തീയതി ബുധനാഴ്ച 2:45 മണിക്ക് ഉച്ചയ്ക്ക് ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് പകരുകയാണ്. ഇത്രയും ദിവസം ശുക്രൻ കർക്കടകം രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലായിരുന്നു. ഇപ്പോഴും ശുക്രൻ സഞ്ചരിക്കുന്നതും ശത്രുക്ഷേത്രത്തിലാണ്, ചിങ്ങം രാശിയിലാണ്. ഒരു ഗ്രഹം ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. ഗതേഗ്രഹേ ശത്രുഗ്രഹം നികൃഷ്ടതാം പരാനവൃത്തിം പരമന്ദിരസ്ഥിതിം അകിഞ്ചനത്വം രിപുപീഡനം സദാ സ്നിഗ്ധോപി തസ്യാപി രിപുത്വം ആപ്നുയാത്. നികൃഷ്ടതാം ഉത്കൃഷ്ടമല്ലാത്ത ഒരവസ്ഥയെ സംജാതമാക്കുന്നു. അന്നത്തിന് വേണ്ടി, തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി അന്യർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അന്യൻ്റെ വീട്ടിൽ താമസിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അകിഞ്ചനത്വം, ദാരിദ്ര്യമുണ്ടാകുന്നു. രിപുപീഡനം സദാ, തനിക്ക് എപ്പോഴും ശത്രുക്കളുടെ ഉപദ്രവമുണ്ടാകുന്നു. താൻ എത്ര സ്നേഹിച്ചാലും മറ്റുള്ളവർ തന്നോട് ശത്രുത പ്രകടിപ്പിക്കുന്നു. ഇതാകുന്നു ശത്രുക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. ഇവിടെ സൂര്യൻ ശുക്രൻ്റെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. കർക്കിടകം 31-ാം തീയതി ശുക്രൻ മൗഢ്യമില്ലാതെ ചിങ്ങൻ രാശിയിൽ വരുമ്പോൾ സൂര്യൻ കർക്കടകം രാശിയിലാണ് ഓഗസ്റ്റ് 17-ാം തീയതി വരെ. അതുപ്രകാരം ഇവിടെ ശത്രുഗ്രഹങ്ങളാണെങ്കിലും താൽക്കാലിക സുഹൃത്തുക്കളാണ്, നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് പലരും സന്ദേഹിക്കാറുണ്ട്, ഗ്രഹം ശത്രുഗ്രഹത്തിലാണ്, എങ്ങനെ ഫലമുണ്ടാകുമെന്ന്. അതിനുത്തരം ഇതാണ്: സൂര്യനും ശുക്രനും തൽക്കാല സുഹൃത്തുക്കളാണ്. ഏതായാലും കർക്കിടകം രാശിയേക്കാളും ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ്. ഹരൗ യോഷാപ്താർത്തിഹി പ്രവരയോതിർ മന്ദതനയഃ എന്നാണ് ശുക്രൻ്റെ ആശ്രയഫലം ചിങ്ങൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത്. ഹരൗ സിംഹൻ രാശിയിൽ നിൽക്കുമ്പോൾ യോഷാപ്താർത്തിഹി സ്ത്രീധനം ലഭിക്കുന്നു, സ്ത്രീയിലൂടെ ധനം ലഭിക്കുന്നു പുരുഷന് അല്ലെങ്കിൽ ഭർത്താവിന്. പ്രവരയോതിഹി ധാരാളം യുവതികളുമായി തൻ്റെ കർമ്മമേഖലകളിലും അല്ലെങ്കിൽ തൻ്റെ കാമുകിമാരായി വരുവാനുള്ള സന്ദർഭമുണ്ടാകുന്നു. മന്ദതനയഃ സന്താനങ്ങൾക്ക് മന്ദത കൈവരുന്നു. അവിടെ നമുക്ക് സൂക്ഷ്മമായിട്ട് ശുക്രനോടുകൂടി പാപഗ്രഹങ്ങളോ അല്ലെങ്കിൽ പാപമധ്യസ്ഥിതിയോ ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഏതായാലും മേടൻ രാശി മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എന്തെന്ന് നമുക്ക് ചിന്തിക്കാം. അതിനു മുമ്പ് എന്താണ് ശുക്രൻ്റെ കാരകധർമ്മം എന്ന് നാം അറിയണം. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, എല്ലാ ഭൗതിക സുഖത്തിൻ്റെയും പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. വ്യാഴം ആത്മീയമായ സുഖമാകുന്നു, സ്പിരിച്വലായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു. ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള പ്രത്യേകതയും വൈരുദ്ധ്യവും. ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാകുന്നു, വ്യാഴമാകട്ടെ ദേവന്മാരുടെ ആചാര്യനാകുന്നു. ഇവിടെ ശുക്രൻ്റെ കാരകധർമ്മം നമുക്ക് വിലയിരുത്തുമ്പോൾ ആദ്യമായി ശുക്രനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് ഭൗതിക സുഖത്തിന് ഉതകുന്നതായ എല്ലാ സാമഗ്രികളുമാണ്. സംഗീതം, സംഗീത ഉപകരണങ്ങൾ, നൃത്തം, ഗീതം, കാവ്യം, നാടകം, രചന, നടൻ, നടി, ശൃംഗാരം, പ്രണയം, ചുംബനം, മൈഥുനം, രതിക്രീഡകൾ, വസ്ത്രം, വസ്ത്രവ്യാപാരം, ബോട്ടിക്, ടൈലറിംഗ്, കോസ്മെറ്റിക്സ്, ബ്യൂട്ടി പാർലർ, യൂണിസെക്സ്, ബ്യൂട്ടി സലൂൺ, കാമക്രീഡ,
ധാരാളം സ്ത്രീകൾ വേശ്യാലയങ്ങൾ, പിമ്പിൻ്റെ ജോലി ചെയ്യുക, ജ്വല്ലറി, കല്ല് വെച്ച രത്നങ്ങൾ, ഡയമണ്ട്, മൂക്കുത്തി, കമ്മൽ, ഗോൾഡ് സ്മിത്ത്, വള, വാഹനം, ആഡംബരങ്ങൾ, സർവീസ് സെൻറ്റർ, കാർ ഷോറൂം, റെൻ്റ് എ കാർ, RTA ബ്രോക്കർ, വെഹിക്കിൾ ഇൻഷുറൻസ്, സ്പൈസസ്, പാലുള്ള വൃക്ഷങ്ങൾ, റബ്ബർ, ഔഷധ സസ്യങ്ങൾ, വള്ളികൾ, വാഴ, ഡയറി ഫാം, പാലുൽപ്പന്നങ്ങൾ, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധന സാമഗ്രികൾ, സുഗന്ധദ്രവ്യങ്ങൾ, വിവാഹ ബ്രോക്കർ, മെട്രിമോണിയൽ സർവീസസ്, കൃഷി, ഫാമിംഗ്, ഔഷധം, പൂജാ സ്റ്റോർ, നാളികേരം, ഇളനീർ, ഇതൊക്കെ തന്നെ നാം ശുക്രനെ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന കാരക ധർമ്മങ്ങളാകുന്നു. പലരുടെയും ജാതകത്തിൽ കർമ്മസ്ഥാനത്ത് ശുക്രൻ ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെടുന്ന തൊഴിലുകൾ ഇവർ ചെയ്യുന്നതോ ചെയ്യിപ്പിക്കുന്നതോ ആയി നമുക്ക് കാണാം. ഇനി നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളുടെയും ശുക്രൻ്റെ രാശിചാരം എപ്രകാരമാണെന്ന് ചിന്തിക്കാം. അടുത്തതായി മകരം, കുംഭം, മീനൻ രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ രാശിചാരം എപ്രകാരം ഗുണത്തെ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മകരൻ രാശി. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരം രാശിക്കാർക്ക് ഈ ശുക്രൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ശുക്രൻ 5-10 ഭാവാധിപനാകുന്നു. 5-ാം ഭാവം എന്താണ്? പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമഭി ചിന്ത്യം. ഇവിടെ 5-ാം ഭാവം സന്താനങ്ങൾ, നമ്മുടെ ബുദ്ധി, പൂർവികമായ പുണ്യം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ശുക്രനാണ് 8-ാം ഭാവത്തിൽ ദുർബലമായി ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നത്. മകരം രാശിക്കാർക്ക് അത്ര ശുഭമല്ല ഈ ഒരു 25 ദിവസക്കാലം. വളരെയധികം ശ്രദ്ധിക്കണം. സന്താനങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾ വരുന്ന സമയം. ദേവീക്ഷേത്രത്തിൽ പോകണം. എല്ലാ വെള്ളിയാഴ്ചയും 25 ദിവസം വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. മക്കൾ മൂലമുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ മകരം രാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അതേ രീതിയിൽ സ്ത്രീകളെ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും വളരെയധികം അനുഭവിക്കേണ്ടി വരുന്നു. നാൽക്കാലികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. തൻ്റെ വീട്ടിൽ മഴക്കാലമാണ്, സ്വർണം, ധനം ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകുന്നു എന്ന ഒരു അത്ര ഗുണകരമല്ലാത്ത, ശുഭകരമല്ലാത്ത ഫലം മകരം രാശിക്കാർക്ക് വരുന്ന ദിനങ്ങളാകുന്നു. വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ജാഗ്രത പാലിക്കേണ്ട സമയത്ത് ജാഗ്രത പാലിക്കണം. പ്രൗഡ് ഗോസ് ബിഫോർ എ ഫോൾ എന്നാണ്. അനാവശ്യമായ ദുരഭിമാനങ്ങളൊക്കെ കാണിച്ചിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട സമയമല്ല മകരം രാശിക്കാർക്ക്. തനിക്ക് പേരുദോഷമാണ് ഉണ്ടാവുക. അത് സ്ത്രീ വിഷയത്തിലായാലും മക്കളുടെ വിഷയത്തിലായാലും ഒക്കെ ആത്മസംയമനം പാലിക്കുക മകരം രാശിക്കാർ. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് മകരം രാശിക്കാരോടുള്ള. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കർമ്മമേഖലയിലും തനിക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ വളരെയധികം ക്ലേശങ്ങൾ, ബോസ്, തൻ്റെ അതോറിറ്റി അധികാരികൾ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഈ 25 ദിവസക്കാലം. ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ജോലി മതി എനിക്കിത് എന്ന് മതിയാക്കാനുള്ള ചിന്ത വരും, അദമ്യമായൊരു വാസന വരും. ആ വാസനയെ നശിപ്പിക്കുക. ദയവ് ചെയ്ത് മകരം രാശിക്കാർക്ക് 5-ൽ വ്യാഴമുണ്ട്. ചൊവ്വ ശക്തമായിട്ട് 6-ാം ഭാവത്തിലേക്ക് ആഗസ്റ്റ് 26-ന് പോകുന്നു. അതുകൊണ്ട് ആഗസ്റ്റ് മാസം 24-ാം തീയതി വരെ ഓരോ ദിവസവും മകരം രാശിക്കാർ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഒരു തരത്തിലും സൗഹൃദങ്ങൾക്ക് വിലമതിക്കേണ്ട സമയമാണ്. സൗഹൃദങ്ങളെ തകർക്കാൻ സമ്മതിക്കരുത്. നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ സൗഹൃദങ്ങൾ ഇല്ലാത്തൊരവസ്ഥ വരും. ഒറ്റ പരിഹാരം മാത്രം, എല്ലാ വെള്ളിയാഴ്ചകളും ദേവീക്ഷേത്രത്തിൽ പോവുക. മാനസികമായി ദേവിയുമായി അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കുക. ഓം മഹാലക്ഷ്മി നമഃ എന്ന പ്രാർത്ഥന മകരം രാശിക്കാർ രാവിലെയും വൈകിട്ടും നന്നായി മന്ത്രജപത്തിലൂടെ, സാധനയിലൂടെ ഈ ശുക്രൻ്റെ അനിഷ്ടഭാവ സ്ഥിതിയെ പോസിറ്റീവായി മാറ്റുക. മെഡിക്കൽ സ്റ്റുഡൻസിന്, നഴ്സിങ്ങിന് പോകുന്ന, പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അഷ്ടമത്തിലെ ശുക്രൻ വളരെയധികം ഗുണം ചെയ്യും. അവർ പലപ്പോഴും വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വലിയ പ്രയാസങ്ങളുണ്ടാകും. തൻ്റെ ഇതുവരെ തന്നെ സ്നേഹിച്ച മക്കളെ, മാറോട് ചേർത്ത് പിടിച്ച മക്കളെ നഷ്ടപ്പെടുക. അവർ ദൂരത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് അനുഭവിക്കപ്പെടുന്ന അച്ഛൻ്റെ, അമ്മയുടെ ഗദ്ഗതങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ദുഃഖം ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റുകയില്ല. മാനസികമായി തയ്യാറെടുക്കുക.
ഷുഗർ പേഷ്യൻസിന് അനുകൂലമായ സമയമല്ല. അതേ രീതിയിൽ ഷുഗറിൻ്റെ രണ്ടാം ഘട്ടം നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. കണ്ണുകളെയും വളരെയധികം ശ്രദ്ധിക്കുക. ഏതായാലും മകരൻ രാശിക്കാർ ഇന്നത്തെ 12 രാശികളിലും പ്രായേണ ഈ ശുക്രൻ്റെ അനിഷ്ടഭാവം വരുന്നത് ഒന്ന് കന്നി രാശിക്കാർക്കും മറ്റൊന്ന് മകരൻ രാശിക്കാർക്കും പിന്നൊന്ന് മീനം രാശിക്കാർക്കുമാണ്. ഈ 3 രാശിക്കാരും നന്നായി ശുക്രപ്രീതി ചെയ്യുക, ദേവീക്ഷേത്രത്തിൽ പോവുക. ബോംബെയിലോ മദ്രാസിലോ ഉള്ളവർക്ക് അടുത്ത് ദേവീക്ഷേത്രമില്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രമുണ്ടാകും. അവിടെ നവഗ്രഹത്തിൽ ശുക്രന് അർച്ചന ചെയ്യുക. ഓം ശുക്രായ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചെയ്യുക. അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മി നമഃ എന്ന മന്ത്രം ജപിക്കുക. നന്നായി മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുക. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ എന്ന 8 ശ്ലോകങ്ങൾ ചൊല്ലുക. വലിയൊരു മാറ്റം ഈ ശുക്രൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാണ്. 25 ദിവസങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അടുത്തതായി കുംഭം രാശി. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുനരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു കുംഭം രാശി. കുംഭൻ രാശിക്കാർക്ക് പ്രായേണ ശുക്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ കുംഭൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനുമാണ്, സുഖാധിപനുമാണ്. ചിങ്ങൻ രാശി ഈ 25 ദിവസക്കാലം വീടുമായി ബന്ധപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കുംഭൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. ഭൂമി വാങ്ങാം, ഭൂമി വിറ്റ് കാശുണ്ടാക്കാം. അതേ രീതിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. നല്ലൊരു കുറ്റിക്കാരനൊക്കെ കണ്ട് ചിങ്ങമാസമാണ് വരുന്നത്. വീടിന് വേണ്ട കർമ്മങ്ങൾ, സ്ഥാപത്യ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അനുകൂലമാക്കി എടുക്കുക. പുതിയ സൗഹൃദങ്ങൾ, പുതിയ പ്രേമബന്ധം, പ്രണയബന്ധം, ഭാര്യ അല്ലാത്ത ചില ലേഡി സുഹൃത്തുക്കൾ, പെൺ സുഹൃത്തുക്കൾ തൻ്റെ ലൈഫിലേക്ക് വരേണ്ട സമയമാണ്. അപ്പോൾ ഭാര്യ കലഹിക്കും. ഭാര്യാകലഹം ഇല്ലാതെ നോക്കണം. കാരണം കുംഭൻ രാശിക്കാർക്ക് വിവാഹം, ദാമ്പത്യം ചിന്തിക്കേണ്ടുന്ന സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കളത്രേശൻ 7ാം ഭാവാധിപൻ 6ൽ നിൽക്കുമ്പോൾ ഭാര്യ ശത്രുവായി വരും. അപ്പോൾ ദാമ്പത്യത്തിനെ നശിപ്പിക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സൗഹൃദങ്ങളും കുംഭൻ രാശിക്കാർ പുലർത്തേണ്ടതില്ല. കുംഭൻ രാശിക്കാർ സ്വകാര്യം ജീവിതത്തിൽ വളരെ സൂക്ഷിക്കുന്ന ആളുകളാണ്. എന്തിനും അവർക്ക് സ്വകാര്യത ഉണ്ടാകും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പ്ലീസ് ബി ഓപ്പൺ ഹേർട്ടഡ്. എന്തും ഭാര്യയോട് തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റവും മനസ്സും കാണിച്ചില്ലെങ്കിൽ പലപ്പോഴും നിസ്സാരമായ സ്ത്രീ സൗഹൃദങ്ങൾ തൻ്റെ ദാമ്പത്യത്തെ പിടിച്ച് ഉലക്കുന്ന സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാൻ വളരെ അനുകൂലമായ സമയമാണ്. ചെറുപ്പക്കാരികൾക്ക് വിവാഹമുണ്ടാകാം. വിവാഹത്തിന് വേണ്ടി ദൂരത്തേക്ക് സഞ്ചരിക്കേണ്ടി വരും. വിദേശത്തുള്ള സുഹൃത്തുക്കൾ വിവാഹത്തിന് ഒന്നിച്ചുകൂടി വളരെ സന്തോഷകരമായി ജീവിക്കേണ്ടുന്ന 25 ദിവസങ്ങളാണ്. മക്കൾക്ക് വളരെയധികം പ്രോസ്പിരിറ്റി, ഐശ്വര്യം ഉണ്ടാകുന്നു. ഇവിടെ ബുധനും ശുക്രനും കൂടി ഒന്നിച്ചൊരു യോഗമാണ്. അതിനാൽ സന്താന ശ്രേയസ്, വിവാഹ ശ്രേയസ് ഒക്കെ നല്ലതാണ്. കുംഭൻ രാശിക്കാർക്ക് ഓപ്പൺ ആവുക, എല്ലാം തുറന്നു പറയുക. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. മൂത്രാശയ സംബന്ധമായ ചില ക്ലേശങ്ങളുടെ സമയം കൂടിയാണ്. ധാരാളം വെള്ളം കുടിക്കുക, ധാരാളമായി മൂത്രം വിസർജിക്കുക. അടുത്തതായി മീനം രാശി. പുനരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി വരുന്ന മീനൻ രാശിക്കാർക്ക് ഇന്ന് ശുക്രൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. ശുക്രൻ അവരുടെ 3ാം ഭാവാധിപനും അഷ്ടമാധിപനുമാണ്. 3ാം ഭാവം എന്നാൽ സഹായികൾ, സഹോദരങ്ങൾ. സഹോദരങ്ങളുമായി നിസ്സാരമായ കാര്യങ്ങൾ വരുന്നു, പിണങ്ങിപ്പോകുന്നു. സഹായികളുമായി വളരെയധികം ക്ലേശങ്ങളുണ്ടാകും. തൻ്റെ കൈവശമുള്ള സ്വർണം ആർക്കെങ്കിലും സഹായിച്ചു കൊടുത്താൽ പെട്ടെന്ന് തിരിച്ചു കിട്ടില്ല. തനിക്ക് സ്വർണം നഷ്ടപ്പെടുന്ന സമയമാണ്. സ്നേഹം കൊടുത്തിട്ട് ദുഃഖം വാങ്ങാതിരിക്കുക മീനം രാശിക്കാർ. ഇന്ന് മീനൻ രാശിക്കാർക്ക് 3ാം ഭാവത്തിൽ ചൊവ്വ വളരെ പ്രബലനാണ്. ദുർബലമായ വ്യാഴത്തിന് ചൊവ്വയുടെ സാന്നിധ്യം ഒന്ന് ശക്തിപ്പെടുത്തി കർമ്മമേഖലയിലും മറ്റെല്ലാ വിഷയത്തിലും. അതിനാൽ ഇവിടെ ശ്രദ്ധിക്കണം. സഹോദരങ്ങൾ, സഹായികൾ, ആഭരണങ്ങൾ ഇതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അഷ്ടമാധിപനാകുന്നു ശുക്രൻ. അത് 6ൽ നിൽക്കുമ്പോൾ രോഗാദി അരിഷ്ടതകൾ ശ്രദ്ധിക്കണം. ഷുഗറുമായി ബന്ധപ്പെടുന്ന ശാരീരിക ക്ലേശങ്ങൾ, പാൻക്രിയാറ്റിക്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ്, സ്ത്രീകൾക്ക് യൂട്രസിൽ ഫൈബ്രോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ വരുന്ന ഒരു സമയമാകുന്നു. അതിനാൽ ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുക. ഇവിടെ ദേവീക്ഷേത്രത്തിൽ സന്ദർശിച്ച് ദേവി പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്ത് ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതാണ് മീനം രാശിക്കാർക്ക് ഏറ്റവും ഉത്തമമായ പരിഹാരം. പ്രാർത്ഥന ഞാൻ സൂചിപ്പിച്ചു. അതേ രീതിയിൽ ദേവീക്ഷേത്രത്തിൽ കർമ്മ തടസ്സം വളരെയധികം വരും. അതിനാൽ നാളികേരം കൊണ്ട് കർമ്മമുട്ടി ചെയ്യുക. ആരോഗ്യ വിഷയം ഞാൻ സൂചിപ്പിച്ചു.
അതിനാൽ ദേഹമുട്ടി ചെയ്യുക. ശത്രുദോഷം ഞാൻ സൂചിപ്പിച്ചു. അതിനാൽ ശത്രുമുട്ടി ചെയ്യുക. 6-ൽ ശുക്രൻ വരുമ്പോൾ ശക്തനായ ശത്രു തനിക്കുണ്ടാവുമെന്നാണ്. സദാ ദാനവ്യക്തിയെ സുധാസിക്ത ശത്രു, അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകും മീനൻ രാശിക്കാർക്ക്. അതിനാൽ കർമ്മമേഖലയിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരമായി നന്നായി ശത്രുസംഹാര കുരുതി ചെയ്ത് മുട്ടറക്കുക. നാളികേരം കൊണ്ട് കർമ്മമുട്ടൊക്കെ ചെയ്ത് മീനൻ രാശിക്കാർ ഈ 25 ദിവസക്കാലത്തെ ശുക്രൻ്റെ അനിഷ്ടഭാവസ്ഥിതിയെ പോസിറ്റീവായി എടുക്കാം. പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല ഈ ലോകത്തിൽ. ആവതി കിങ്കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? അമ്മയുടെ പാദങ്ങളിൽ വീഴുക. ആ സ്മരണ ഓർമ്മ എന്ത് ചെയ്യുന്നു? തൽസ്മരണം കിം കരോതി ബ്രഹ്മാദീനവി കിങ്കരീകരോതി. ബ്രഹ്മാദികളായ ദേവതകളെ എല്ലാം തന്നെ തൻ്റെ അടിമകളാക്കാൻ കഴിയുന്നു പ്രാർത്ഥനയിലൂടെ. അത്ര ശക്തമാകുന്നു ദേവിയുടെ ചൈതന്യവും സാന്നിധ്യവും. ശുക്രനാകുന്നു ദേവി, അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷൈവ ഭൃഗുനന്ദനഃ. ശുക്രനെ കൊണ്ടാണ് നാം അന്നപൂർണേശ്വരിയെയും യക്ഷിയെയും ലക്ഷ്മിയെയും ഒക്കെ ചിന്തിക്കുന്നത്. അതിനാൽ ആ ദേവിയുടെ പാദങ്ങളിൽ സവിനയം പോയി വീഴുക. ആപത്തിൽ അത് മാത്രമേ നമുക്കൊരു മാർഗമുള്ളൂ. എല്ലാ പ്രിയപ്പെട്ട മകരം, കുംഭം, മീനൻ രാശിക്കാർക്കും ശോഭനമായ 25 ദിനങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.